റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി. കെട്ടിടങ്ങൾ ഒരു തരത്തിലും ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതിയുടെ വിധി മറികടന്നാണ് നടപടി. ചിന്നക്കനാലിലെ 7 കെട്ടിടങ്ങൾക്കായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇതിൽ 5നും സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. ഇതുപോലെ അനധികൃതമായിട്ട് കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു ആരോപണമൊക്കെ പൊതുവെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഇതുവരെ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരാൾക്ക് വെച്ച് രേഖകളെല്ലാം എടുക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം ഉദ്യോഗസ്ഥന്മാരെ നമ്മളത് ശ്രദ്ധപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നന്ദുഷ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നന്ദു, എങ്ങനെയാണ് ഈ ഒരു ഹൈക്കോടതിയെ പോലും മറികടക്കാനുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് വന്നത്? 57 കെട്ടിടങ്ങൾക്കാണ് ഇത്തരത്തിൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സ്റ്റോപ്പ് മെമ്മോ നൽകിയത് റവന്യൂ വകുപ്പ്. അതിനുശേഷം ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങളിൽ യാതൊരുവിധ തുടർ പ്രവർത്തനങ്ങളും അത് വാണിജ്യാവശ്യത്തിനോ അല്ലാതെയുള്ള ഉപയോഗങ്ങൾക്കോ കൃത്യമായി കർശനമായി ഉപയോഗിക്കരുതെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചിന്നക്കനാലിൽ ഇത്തരത്തിൽ 7 കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 5 കെട്ടിടങ്ങൾക്കും ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് വീണ്ടും നിർമ്മാണത്തിനുള്ള അനുമതിയും അതോടൊപ്പം നിർമ്മാണം പൂർത്തിയായി ഏതെങ്കിലും തരത്തിൽ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങൾക്ക് ആ ആവശ്യങ്ങൾ തുടരാനുമുള്ള അനുമതിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഈ സെക്രട്ടറിയുടെ നടപടി ഹൈക്കോടതി വിധി യാതൊരുവിധ അറിവുമില്ലായിരുന്നതിനാലാണ് ഇത്തരത്തിൽ അനുമതി നൽകിയത് എന്നാണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിശദീകരണം. എന്നാൽ ഇത്തരത്തിൽ 7 കെട്ടിടങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇതേ പഞ്ചായത്ത് സെക്രട്ടറി തന്നെയായിരുന്നു ഇവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒട്ടും കഴമ്പില്ലാത്ത ഒരു ന്യായവാദമാണ്. അതോടൊപ്പം ഈ 7 കെട്ടിടങ്ങളിൽ 5നും പ്രവർത്തനാനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഹൈക്കോടതി വിധിയെ പോലും മറികടക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതോടൊപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും കർശനമായ നടപടിയാണ് ഇത്തരത്തിൽ 57 കെട്ടിടങ്ങൾക്കെതിരെയും എടുത്തിരുന്നത്. ഈ റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെ ഇത്തരം ഹൈക്കോടതിയെ പോലും മറികടക്കാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം.